എല്ലാവരും ഉറങ്ങുന്ന സമയം നോക്കി കക്കാൻ വന്ന ആരും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ? തെരുവിൽ കിടന്ന് ആ പട്ടിയുടെ കടി കൊണ്ട് ചാവണ്ടെന്ന് കരുതിയാ കൂടെ ചേർത്തത്. അതൊരു തെറ്റായിപ്പോയി. നീ ആരെന്ന് പോലും ഞാൻ ചോദിച്ചില്ലല്ലോ. മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരുത്. ഇറങ്ങിപ്പോടാ കള്ള. കള്ളം പറയുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്നവരെ പോലെ നീ കാരണം എനിക്ക് പിണക്കേണ്ടി വന്നു. കിടന്ന് പോണ്ടോ ഇവിടുന്ന്? കള്ളൻ. നീ പിന്നെ ആരോടും പറയാതെ എവിടെയാ പോയത്? ഞാനൊരാളെ കണ്ട് പേടിച്ചു പോയതാ. ആരെ? എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. ചേട്ടനല്ലാതെ വേറെ എനിക്ക് ആരുമില്ല. എന്നെ ഇവിടെ പറഞ്ഞു വിടരുത്. ചേട്ടൻ വീടിന് കൊന്നു. എന്നാലും ഞാൻ ചേട്ടാ 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 കണ്ണു തുറക്ക്. ചേട്ടാ 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 കണ്ണു തുറക്കേട്ടാ. ചേട്ടാ 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 എണീക്കേട്ടാ. ചേട്ടാ ചേട്ടാ എണീക്കേട്ടാ. മകൻകുട്ടി, മകൻകുട്ടി, മോനെ എണീറ്റിരി. മകൻകുട്ടിയെ മകൻകുട്ടിയെ കണ്ണുറക്ക്. എന്താ മാധവൻകുട്ടി, എന്താ പറ്റി? എല്ലാവരും ഒരാള് കാരണ. ഇവനെ തന്നെ കണ്ട അവിടെ ഇവിടെ ഇങ്ങനെ നടന്നേ. തന്നെയല്ല എല്ലാ പണി ഒറ്റ ചെയ്യല്ലേ. ആ സമയത്ത് കാലിനെന്തോ പറ്റിയതാ. അന്നേരം സാരില്ലെന്ന് വെച്ച് വിട്ടും കളഞ്ഞി. എന്തോ തുരുമ്പുടിച്ച സാധനം കൊണ്ടാ. അല്ലാതെ ഇങ്ങനെ വീർക്കൂല്ല, പനിക്കൂല്ല. ഓൻ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ അതാണ് നമ്മള് പേടിച്ചു പോയി മോനെ. മാധവൻകുട്ടിയെ ഈ നല്ലോണം ഉറങ്ങ്, പേടിക്കണ്ട. പനി കുറയാനുള്ള മരുന്നാണ് നമ്മൾ തന്നത്. അതേക്ക് കണക്കാക്കണ്ട. ഈ രാവിലെ തന്നെ പോയി ഡോക്ടറെ കണ്ടിട്ട് തൂസി വെപ്പിച്ചാളാം. പോടോ. ഓ, ഈ ടോർച്ച് എവിടെ വെച്ച്? ടോർച്ച് വീടോടെ വെച്ചല്ലേ. മോനെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. എല്ലാം പടച്ചോന്ന് നോക്കോളൂ. ബാ പോട്ടെ.
ഞാൻ നിന്നെ ഇന്നലെ ഒരുപാട് തല്ലിയല്ലേ? നീ ഇന്നലെ വല്ലതും കഴിച്ചിരുന്നോ? നിനക്ക് വിശക്കുണ്ടല്ലേ? ഇവിടെ ഇപ്പോ ഞാനൊരു ഉമ്മ തന്ന നിന്റെ വിശപ്പ് മാറും. ബോബി, നല്ല ടേസ്റ്റ് ഉണ്ട്. നീ ഇത് കൊടുത്തിട്ട് മാധവേട്ടനോട് എന്താ പറയാൻ പോണേ? ചേച്ചി സ്പെഷ്യലായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നാണെന്ന്. അയ്യടാ, നിനക്കല്ല, മാധവേട്ടനാ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ചേച്ചി. ആരുമില്ലേ ഇവിടെ? വാസു, വാസു. ആരാ? വാസുവിന്റെ വീടല്ലേ ഇത്? അതെ. വാസു ഇല്ലേ ഇവിടെ? ഇല്ല, രാവിലെ പോയതാ. എപ്പോ വരും? അതും അറിയില്ല. വാസുവിന്റെ ആരാ? എന്റെ അനിയത്തിയാ. ആ, എന്താ പേര്? രാധ. सेठ जी किधर है? उधर। अच्छा। आइए आइए बैठिए। उस काम का क्या हुआ? सब ठीक हो गया, माल आज रात आएगा। उस लड़की के बारे में जो कहा था। हमारा केरल का एजेंट वासु के पास एक लड़की है। अच्छी लड़की है? बहुत सुंदर है। वेरी गुड। അവൾക്ക് എന്തെങ്കിലും ജോലി കൊടുക്കാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് കൊണ്ടുവരാം. बिल्कुल। നമ്മുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ആ പയ്യന്റെ വിവരമല്ല അറിഞ്ഞോ? അവന്റെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ചു, പക്ഷെ ഇതുവരെ അവനോട് എത്തിയിട്ടില്ല. ഒരിക്കലും അവൻ വീട്ടിൽ തിരിച്ചെത്തരുത്. ഇവിടുന്ന് മാറിയതിനു ശേഷം മനസമാധാനത്തോടു കൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിയില്ല. ആരൊക്കെത്? നിങ്ങൾ കാണാറില്ലല്ലോ. ഞാനിവിടുന്ന് 2 ദിവസം മാറിയല്ലേ. എന്നാ മിഠായി, എന്നാ തിന്ന്. ആ, നിനക്ക് തരാം മിഠായി. രാജേന്ദ്രൻ എന്തിനാ? ആ, ലക്ഷ്മി എന്നാട്ടാ അടി. അങ്ങനെ കണ്ടാ ഈ ഏലക്ക് ഇങ്ങനെ കിടക്കണ കണ്ട ആശാൻ കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. നിങ്ങൾക്കതറിയോ? ഞാൻ ഇതാണ് ഇവിടുന്ന് മാറി നിൽക്കാത്തത്. കേട്ടാ, എന്ത് കഷ്ടം നോക്ക്. എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിനെ നിർത്താന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. അപ്പൊ നീന്തവിടെ? നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അപ്പൊ അപ്പോയിന്റ്മെന്റ് തരാൻ വല്ല സർക്കാർ ആശുപത്രിയാ? എന്താ എന്താ? ആശാനെ, ഇതെന്ത് കോലാശാനെ? ആശാൻ ആകെ ക്ഷീണിച്ച് ഉറക്കമാതിരി പരിപാടിയല്ലോ. എനിക്കറിയാം, ഞാൻ ഇവിടുന്ന് പോയ ആശാന്റെ ആഹാര രീതി ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പൈസ എന്തേ? വേണ്ട, ഞാൻ അക്കൗണ്ടിൽ എഴുതിക്കോളാം.